ഒരു മെസ്സേജ് അയച്ചതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുക. പക്ഷേ ആ പോലീസ് സ്റ്റേഷനിൽ ആ ദിവസം നടന്നത് ചിന്തിക്കാനാകാത്ത ഒരു കാര്യമാണ്. അധികാരത്തിന്റെ ഹുങ്കും ഒരു സാധാരണക്കാരന്റെ അവകാശങ്ങളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നു. ഒരു SIയുടെ കയ്യിൽ നിന്ന് പുറപ്പെട്ട പെപ്പർ സ്പ്രേ, ഈ പെപ്പർ സ്പ്രേ ഒരു യുവാവിന്റെ കണ്ണുകളെ മാത്രമല്ല കേരളത്തിലെ പോലീസ് സംവിധാനത്തെക്കുറിച്ചുള്ള ഗുരുതരമായിട്ടുള്ള ചോദ്യങ്ങളെയും ഒക്കെ തുറന്നു കാട്ടുന്ന ഒരു സംഭവമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു വിഷയം SI പെപ്പർ സ്പ്രേ, ഒരു യുവാവ് പരാതി, മെസ്സേജിനെ കുറിച്ചുള്ള ഒരു പരാതി, ഇത്രയും കാര്യം ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ വിഷയം 3 വർഷങ്ങൾക്ക് ശേഷം ആ കേസിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ വിധി ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ നടന്ന ഞെട്ടിക്കുന്ന ആ സംഭവവും അതിന് പിന്നാലെ വന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലും അല്ലെങ്കിൽ നിർണായക ഇടപെടലുമാണ് സംസാരിക്കുന്നത്. കാരണം ഇതൊരു വ്യക്തിയുടെ കഥ മാത്രമല്ല, അധികാര ദുർവിനിയോഗം എന്ന് പറയുന്ന കാര്യം, അത് ചെയ്യുമ്പോൾ നിയമം എങ്ങനെ തിരിച്ചടിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചടിക്കണം എന്നുള്ളത് കൂടി കാണിക്കുന്നതിന്റെ യഥാർത്ഥ ഉദാഹരണമാണ്. 2023 തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴാണ് സ്ഥലം. ശ്രീനാഥ് എന്ന യുവാവിന്റെ ജീവിതം വലിയ പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് എന്നുള്ളതാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഭാര്യയുമായിട്ടുള്ള ബന്ധമൊക്കെ ഏതാണ്ട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിൽ, വിവാഹമോചന കേസ് കോടതിയിൽ, കുടുംബ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. അത്തരമൊരു സാഹചര്യത്തിൽ ഇരുവർക്കും ഇടയിൽ ഒരു സ്വാഭാവികമായിട്ടുള്ള തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഇതിനിടയിൽ നടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഭാര്യയുടെ മൊബൈൽ ഫോണിലേക്ക് ശ്രീനാഥ് ഒരു സന്ദേശം അയക്കുന്നത്, ഒരു മെസ്സേജ് അയക്കുകയാണ്. ഈ മെസ്സേജാണ് പിന്നീട് വലിയ സംഭവ വികാസങ്ങൾക്കൊക്കെ കാരണമായി തീർന്നത്. ഭാര്യ ഈ മെസ്സേജ് അയച്ചതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകി. പരാതി ലഭിച്ചതോടുകൂടി തന്നെ ശ്രീനാഥിനെ ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ഇവിടെ വരെ എല്ലാ കാര്യങ്ങളും, അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളും സാധാരണ നടപടിക്രമങ്ങളായിട്ട് തന്നെ നടന്നു. ഭാര്യ, വഴക്ക്, കുടുംബ കോടതി പ്രശ്നങ്ങൾ, അതിനെ തുടർന്നുണ്ടാകുന്ന വിഷയങ്ങൾ, മെസ്സേജ് അയക്കുന്നു, പിന്നെ പരാതി കൊടുക്കുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് ശ്രീനാഥിനെ വിളിപ്പിക്കുന്നു. അതുവരെ എല്ലാം വളരെ നടപടിക്രമം അല്ലെങ്കിൽ അതുവരെ നടക്കാവുന്നതായിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷേ സ്റ്റേഷനകത്ത് നടന്നത് നിയമപരമായിട്ടുള്ള നടപടികൾക്ക് അപ്പുറമുള്ള ചില കാര്യങ്ങളായിരുന്നു എന്നുള്ളതാണ് പിന്നീട് പുറത്തു വന്നത്. സ്റ്റേഷനിലെത്തിയ ശ്രീനാഥിനെ ചോദ്യം ചെയ്യണമല്ലോ, സ്വാഭാവികമായിട്ടും. അങ്ങനെ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരന്റെ, അതായത് ശ്രീനാഥിന്റെ മൊഴി പ്രകാരം സംസാരത്തിനിടെ അന്നത്തെ SI ആയിരുന്ന സുമേഷ് ലാല് പ്രകോപിതനാവുകയാണ്. തുടർന്ന് കൈവശമുണ്ടായിരുന്ന പെപ്പർ സ്പ്രേ, അതായത് കുരുമുളകിന്റെ സ്പ്രേ ശ്രീനാഥിന്റെ മുഖത്തേക്ക് അടിക്കുന്നു, സ്പ്രേ ചെയ്യുകയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതും പോലീസ് സ്റ്റേഷനകത്ത് ഒരു പൗരന്റെ മുഖത്തേക്ക് പെപ്പർ സ്പ്രേ അടിക്കുന്നു. ഇതൊരു സാധാരണ ആരോപണമല്ല എന്ന് നമ്മൾ ഓർക്കണം. കാരണം പെപ്പർ സ്പ്രേ എന്നത് ഗുരുതരമായിട്ടുള്ള നീറ്റലും കണ്ണുകളിലൊക്കെ അസഹ്യമായിട്ടുള്ള വേദനയും ഉണ്ടാക്കുന്ന കാര്യമാണ്. നമുക്കൊക്കെ അറിയാം എന്താണ് കുറച്ച് എരിവുള്ള ഒരു പദാർത്ഥം കണ്ണിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ണിന് മുന്നിലൂടെ പോകുമ്പോൾ പോലും നമുക്ക് എത്രത്തോളം നീറ്റലും പുകച്ചിലും വേദനയും ഒക്കെ ഉണ്ടാകുമെന്നുള്ളത്. അപ്പോഴാണ് മനഃപൂർവ്വമായിട്ട് പെപ്പർ സ്പ്രേ ഈ യുവാവിന്റെ മുഖത്തേക്ക് അടിക്കുന്നത്. ജീവന് ഭീഷണി നേരിടുമ്പോഴോ അല്ലെങ്കിൽ ഒരു നിയന്ത്രിക്കാൻ കഴിയാത്ത അതിക്രമ സാഹചര്യങ്ങളിലൊക്കെ മാത്രമാണ് സാധാരണയായിട്ട് ഇത് ഉപയോഗിക്കാറുള്ളത്. നമുക്കറിയാം പല സീക്വൻസസിലും നമ്മൾ കാണാറുണ്ട്, സ്ത്രീകളോട് മോശമായി പെരുമാറുന്നവർ ഉണ്ടാകുന്നു എന്ന് കരുതുമ്പോൾ ഇവര് കയ്യിലൊരു പിന്ന്, സേഫ്റ്റി പിന്ന്, അല്ലെങ്കിൽ ഒരു മുളക് സ്പ്രേ, കുരുമുളക് സ്പ്രേ ഇതൊക്കെ ഉപയോഗിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ, അതായത് അങ്ങനത്തെ വാർത്തകളും അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമാ ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് സ്റ്റേഷനിൽ എത്തിയ ഒരാളുടെ മേല് ഇത് ഉപയോഗിച്ചു എന്ന് പറയുന്നത് എത്രത്തോളം വലിയ ആരോപണമാണ് എന്നൊന്ന് ആലോചിച്ചു നോക്കണം. സംഭവം പുറത്തു വന്നതോടുകൂടി സ്വാഭാവികമായിട്ടും വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്നു. മനുഷ്യാവകാശ പ്രവർത്തകരും നിയമവിദഗ്ധരും ഒക്കെ ഇത് ഗുരുതരമായിട്ടുള്ള ഒരു അധികാര ദുർവിനിയോഗമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു.
പക്ഷേ പിന്നീട് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടം കൂടി വന്നു ചേരുകയാണ്. പരാതി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ മുൻപാകെ എത്തുകയാണ്. ഇവിടെ മുതൽ ഈ കേസിന്റെ മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള കേസുകളിൽ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും ഒരു തെളിവുകൾ കണ്ടെത്തുന്നത് എളുപ്പമല്ല എന്നുള്ളതാണ്. എന്നാൽ ഈ കേസിനെ സംബന്ധിച്ച സ്ഥിതി മറ്റൊരു തരത്തിലായിരുന്നു. കമ്മീഷൻ വിശദമായുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ജില്ലാ പോലീസ് മേധാവിയോട് വിശദീകരണവും തേടി. അവിടെയാണ് ഒരു വഴിത്തിരിവ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. യുവാവിന്റെ പരാതി ശരിയാണ് എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതായത് SI സുമേഷ് ലാൽ ഇത്തരത്തിലൊരു കാര്യം ചെയ്തു എന്നുള്ളത് സ്റ്റേഷന് ഉള്ളിൽ നിന്ന് തന്നെയോ അല്ലെങ്കിൽ ഇത് കണ്ടവരിൽ നിന്നോ കൃത്യമായിട്ടുള്ള ഒരു വിവരം ഈ ഒരു കമ്മിറ്റിക്ക്, അതായത് ജില്ലാ പോലീസ് മേധാവി ചോദിച്ച വിശദീകരണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അതായത് അങ്ങനെ കൃത്യമായി മൊഴി നൽകാനായിട്ട് ആരൊക്കെയോ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ സംഭവമാണ്, ഈ റിപ്പോർട്ടാണ് ഈ കേസിന്റെ വിധി അല്ലെങ്കിൽ ഒരു ഗതി തന്നെ മാറ്റി മറിച്ചത്. അതിനുശേഷം മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രത്യേക അന്വേഷണ വിഭാഗം ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കുകയാണ്. IG-യുടെ നേതൃത്വത്തിലുള്ള സംഘം എല്ലാ രേഖകളും തന്നെ പരിശോധിക്കുകയും ഒക്കെ ചെയ്തു. സാക്ഷിമൊഴികളും റിപ്പോർട്ടുകളും ഒക്കെ വിലയിരുത്തി അവസാനം അവർ ഒരു നിഗമനത്തിലേക്ക് എത്തുകയാണ്. SI-യുടെ നടപടി ന്യായീകരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തുകയാണ്. അവിടെയാണ് പലപ്പോഴും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾക്കൊന്നും നടപടികൾ ഉണ്ടാകാറില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതെല്ലാം പൂഴ്ത്തിവെക്കപ്പെടുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ശേഖരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ ഇതുവരെയും കേട്ടിട്ടുള്ളത്. അവിടെയാണ് ഈ ഒരു കേസിൽ ഒരു ഗതിമാറ്റം ഉണ്ടാകുന്നത്. മനുഷ്യാവകാശ ലംഘനം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയാണ്. അധികാരം ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നും കണ്ടെത്തുന്നു. ഈ കണ്ടെത്തലുകളാണ് പിന്നീട് വലിയ ഈ ഒരു ഉത്തരവിലേക്ക്, ഈ ഒരു ചർച്ച ചെയ്യപ്പെടുന്ന ഉത്തരവിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ നേതൃത്വത്തില് ഉത്തരവ് പുറപ്പെടുവിച്ചു. പരാതിക്കാരനായിട്ടുള്ള ശ്രീനാഥിന് 50,000 രൂപ നഷ്ടപരിഹാരം നൽകണം. ഇവിടെ വരെ പല കേസുകളിലും കണ്ടിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ. പക്ഷെ ഈ കേസിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. സർക്കാർ ആദ്യം നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണത്. ശേഷം ആ തുക കുറ്റക്കാരനായി കണ്ടെത്തപ്പെട്ട മുൻ SI-യുടെ ശമ്പളത്തിൽ നിന്ന് ഈടാക്കണം. ആദ്യം സർക്കാർ നഷ്ടപരിഹാരം നൽകണം, ശേഷം ഈ തുക മുൻ SI-യുടെ ശമ്പളത്തിൽ നിന്ന് ഈടാക്കണം. ഇതാണ് സത്യത്തിൽ ഈ ഉത്തരവിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത്. കാരണം സാധാരണ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് നഷ്ടപരിഹാരം നൽകുകയും ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഉത്തരവാദിത്തം വ്യക്തമാക്കുകയാണ് കമ്മീഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം. ഈ ഉത്തരവ് എന്തൊക്കെ കൊണ്ടാണ് പ്രധാനമാകുന്നത് എന്ന് പരിശോധിച്ചാൽ, കാരണം ഇത് ഒരു വ്യക്തിക്ക് ലഭിച്ച ഒരു നഷ്ടപരിഹാരത്തിന്റെ മാത്രം സംഭവകഥയല്ല, ഇതൊരു എന്താ പറയാ, നമ്മൾ പറയില്ലേ, തത്വത്തിന്റെ ഒരു വിജയമാണ്. പോലീസ് യൂണിഫോം ധരിച്ചാൽ നിയമത്തിന് മുകളിലാകില്ല. അധികാര പദവിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള ധാരണയുണ്ടല്ലോ, അത് ശരിയല്ല. ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഓരോ പൗരനും ഒരുപോലെ തന്നെ ബാധകമാണ്. അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരനും നൽകുന്ന അന്തസ്സും സുരക്ഷിതത്വവും ഒക്കെ ഉണ്ട്. ഇതോടുകൂടി ജീവിക്കാനുള്ള അവകാശം അവർക്ക് നൽകുന്നുണ്ട്. ആ അവകാശം ലംഘിക്കപ്പെടുമ്പോൾ ആരാണ് ലംഘിക്കുന്നത് എന്നത് പ്രധാനമല്ല. അത് സാധാരണ വ്യക്തിയായാലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായാലും നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുകൂടി ഈ ഒരു ഉത്തരവിലൂടെ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ഈ ചിറയൻകീഴ് കേസിലെ ഉത്തരവ് ഈ അടിസ്ഥാന തത്വത്തെയാണ് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെയാണ് ഏറ്റവും ശക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്. ഈ സംഭവം മറ്റൊരു ചോദ്യം കൂടി ഉയർത്തിവിടുന്നുണ്ട്. പോലീസ് സ്റ്റേഷനുകൾ ജനങ്ങളുടെ സുരക്ഷയുടെ പ്രതീകമാണോ അല്ലെങ്കിൽ ഭയത്തിന്റെ പ്രതീകമാണോ? എന്താണ് പോലീസ് സ്റ്റേഷൻ ഒരു പൗരന് നൽകുന്നത്? സുരക്ഷിതത്വമാണോ അല്ലെങ്കിൽ ഭയമാണോ എന്നുള്ളത്. ഒരു പരാതി നൽകാനോ ഒരു വിശദീകരണം നൽകാനോ സ്റ്റേഷനിൽ എത്തുന്ന സാധാരണക്കാർക്ക് അവിടെ
അവിടെ ഒരു സുരക്ഷിതത്വം അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. എന്തായാലും ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടത് സമൂഹവും ഭരണകൂടവും ഒരുപോലെയാണ്. അങ്ങനെ 3 വർഷം എടുത്തു. പക്ഷേ ഒടുവിൽ ഒരു തീരുമാനം വന്നു. ഒരു യുവാവിന്റെ പരാതി ശരിയാണെന്ന് അംഗീകരിക്കപ്പെടുന്നു, നഷ്ടപരിഹാരം അനുവദിക്കപ്പെടുന്നു, ഉത്തരവാദിത്തം വ്യക്തമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു, വൈകിയെങ്കിലും നീതിയും എത്തിച്ചേരുന്നുണ്ട്. അതാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ സന്ദേശം. അധികാരം എത്ര വലുതായാലും നിയമം അതിലും വലുതാണ്. അധികാരം എത്ര വലുതായാലും നിയമം അതിലും വലുതാണ്. അത് ഓരോ പൗരനും സുരക്ഷിതത്വം നൽകുന്നുണ്ട്, നൽകേണ്ടതാണ്. അതിന് വീഴ്ച വരുത്തുന്നവർക്കെതിരെയും നടപടി എടുക്കാമെന്നു കൂടി ഈ ഒരു കേസിലൂടെ വ്യക്തമാക്കപ്പെടുന്നുണ്ട്.